ഡിയർ ഫ്രണ്ട്സ്, ഐ വെൽക്കം യു ഓൾ ടു LDC 2024. ഇന്ന് നമ്മൾ കേരള PSCയുടെ LDC 2024 കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് ഒന്ന് നോക്കാം. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റിയുടെ കോച്ചെയറായി ഇന്ത്യയിൽ നിന്ന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റിയുടെ കോച്ചെയറായിട്ട് ഇന്ത്യയിൽ നിന്ന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏത് പ്രതിരോധ സേനയാണ് 10 ദിവസത്തെ യുദ്ധഗെയിമായി ഗഗൻ ശക്തി 2024 തയ്യാറാക്കുന്നത്? ആൻസർ ഇന്ത്യൻ എയർഫോഴ്സ് ആണ്. ഓക്കെ. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷത്തിൻ്റെ 2023 സമാപന ചടങ്ങ് എവിടെയാണ് നടന്നത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷത്തിൻ്റെ 2023 സമാപന ചടങ്ങ് നടന്നത് റോമിലാണ്, ഇറ്റലിയിലെ റോമിലാണ്. ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ആരാണ്? ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടേത് ഗിരിജ സുബ്രഹ്മണ്യനാണ്. രാജസ്ഥാൻ അതിൻ്റെ 75ാം രൂപീകരണ ദിനം ആഘോഷിച്ചത് ഏത് തീയതിയിലാണ്? മാർച്ച് 30, 2024 രാജസ്ഥാന് 75ാം ആഘോഷിച്ചത്. 2023 ഹോക്കി ഇന്ത്യയുടെ മികച്ച താരങ്ങൾക്കുള്ള വനിതാ വിഭാഗത്തിൽ ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? സലിമ ടെറ്റയാണ്. ഫണ്ട് ലഭിക്കുന്നതിനായിട്ട് ഔദ്യോഗിക പരിപാടികളിൽ ചുവന്ന പരവതാനി നിരോധിച്ച രാജ്യം ഏതാണ്? ഉത്തരം പാകിസ്ഥാനാണ്. US മിയാമിയിൽ നടന്ന ATP മാസ്റ്റേഴ്സ് ടെന്നീസ് ഡബിൾസ് കിരീടം ആരാണ് നേടിയത്? മിയാമിയിൽ നടന്ന ATP മാസ്റ്റേഴ്സ് ടെന്നീസ് ഡബിൾസ് കിരീടം നേടിയത് ആരാണ്? ഉത്തരം രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡനുമാണ്. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിനുള്ള പാത അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പിങ്ക് ലൈൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏത് ദൗത്യത്തിനാണ് ISRO ടീമിന് 2024 ബഹിരാകാശ പര്യവേഷണത്തിനുള്ള ജോൺ L. ജാക്ക് സ്വിഗർട്ട് ജൂനിയർ പുരസ്കാരം ലഭിച്ചത്? ഏത് ദൗത്യത്തിനാണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിനാണ്. ഓക്കെ. അപ്പം ഏത് ദൗത്യത്തിനാണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിനാണ്. ഇത് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഏപ്രിൽ 8 കളിമൺ കോർട്ടിൽ മാസ്റ്റേഴ്സ് 1000 ടൂർണമെൻറ്റിൽ ഒരു മത്സരം ജയിച്ച ആദ്യ ഇന്ത്യൻ പുരുഷൻ ആരാണ്? ഏപ്രിൽ 8, 2024 കളിമൺ കോർട്ടിൽ മാസ്റ്റേഴ്സ് 1000 ടൂർണമെൻറ്റിൽ ഒരു മത്സരം ജയിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ പുരുഷൻ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതാരാണ്? മാസ്റ്റേഴ്സ് 1000 ടൂർണമെൻറ്റിൽ സുമിത് നാഗലാണ്. ഓക്കെ. അടുത്തിടെ ടാലി വാലി വന്യജീവി സങ്കേതത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം ചിത്രശലഭം ഏതാണ്? നെപ്റ്റിസ് ഫിലേറയാണ് ആ ചിത്രശലഭം. നെപ്റ്റിസ് ഫിലീറ. അടുത്തിടെ UK വീശിയ കൊടുങ്കാറ്റ്, ഒരുപാട് കൊടുങ്കാറ്റുകളൊക്കെ വീശുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പേര് ഓർത്ത് വെച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കത്ലീനാണ് UK വീശിയ കൊടുങ്കാറ്റ്. അടുത്തിടെ സിഗ് എന്ന ഗോൾഡ് ബ്ലാക്ക് കറൻസി അവതരിപ്പിച്ച രാജ്യം? അടുത്തിടെ സിഗ് എന്ന ഗോൾഡ് ബാക്ക് കറൻസി അവതരിപ്പിച്ച രാജ്യം ഏതാണ്? സിഗ് എന്ന ഗോൾഡ് ബാക്ക് കറൻസി അവതരിപ്പിച്ച രാജ്യം സിംബാബ്വേയാണ്. 2024 ഏപ്രിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്ര നോബൽ ജേതാവ് ആരാണ്? 2024 ഏപ്രിൽ പീറ്റർ W. ഹിഗ്സ് ആണ് 2024 ഏപ്രിൽ അന്തരിച്ച. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസ് നേടിയത് ആരാണ്? ഏഷ്യ ചാമ്പ്യൻഷിപ്പ് 24 ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസ് നേടിയത് ജൊനാഥൻ ക്രിസ്റ്റിയാണ്. CBIയിൽ ജോയിൻറ്റ് ഡയറക്ടറായി അടുത്തിടെ നിയമിതനായത് ആരാണ്? CBI ജോയിൻറ്റ് ഡയറക്ടറായിട്ട് അനുരാഗ് കുമാറാണ് ആൻസർ. 2024 ഏപ്രിൽ 13 ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായി വികസിപ്പിച്ച മാൻ പോർട്ടബിൾ ആൻറ്റി ടാങ്ക് ഗൈഡ് മിസൈൽ ആയുധ സംവിധാനം ഏത് ശ്രേണിയിലാണ് പരീക്ഷിച്ചത്? ക്വസ്റ്റ്യൻ നോക്കുക. ഏപ്രിൽ 13 ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായി വികസിപ്പിച്ച മാൻ പോർട്ടബിൾ ആൻറ്റി ടാങ്ക് ഗൈഡ് മിസൈൽ ആയുധ സംവിധാനം ഏത് ശ്രേണിയിലാണ് പരീക്ഷിച്ചത്? പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ച്.
പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചാണ്. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ അഭിമാനകരമായ മത്സര വിഭാഗത്തിൽ ഇടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ സിനിമയുടെ പേര്. 2024 ഓൾ വി ഇമാജിനസ് ലൈറ്റ്. 2024 ഏപ്രിൽ 9 മുതൽ 17 വരെയും ശക്തി സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഉത്സവം സംഘടിപ്പിക്കുന്നത് ആരാണ്? ഏപ്രിൽ 9 മുതൽ 17 വരെ, ഇപ്പം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് സംഘടിപ്പിച്ചത് ആരാണ്? ശക്തി സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഉത്സവം, സംഗീത നാടക അക്കാദമി. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്ക് യു. ഇതിൻ്റെ പാർട്ട് ഇതിന് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.